Excel ഉപയോഗിച്ച് എങ്ങനെ ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർമാറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ മന്തും ഇയറും അപ്ഡേറ്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡേയും അതിന്റെ ഡേറ്റും ഡിസ്പ്ലേ വരണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മന്ത് ഇൻസെർട്ട് ചെയ്യാം. മന്ത് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ മന്ത്സ് ഒരു ഷീറ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പൊ അതിനെന്ത് ചെയ്യാം, മന്തിന്റെ ഇവിടെ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റയില് ഡാറ്റ വാലിഡേഷനിൽ വാലിഡേഷൻ എടുക്കുക. അതിൽ ലിസ്റ്റ് വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോഴ്സ് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇത്രയും സെല്ലുകൾ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത് ഇവിടെ സെല്ലിൽ സെലക്ട് ചെയ്യാൻ കിട്ടും. ഇയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇയർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ 2020 ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിവിടെ ജനുവരി സെലക്ട് ചെയ്തു. ഇവിടെ മന്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇയറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ജനുവരി മന്തിലുള്ള എല്ലാ എത്ര ഡേയ്സ് ഉണ്ടോ അത്രയും ഡേറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ അതിന്റെ ഡേ ഏതാണോ ആ ഡേയും ഇവിടെ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക, ഈക്വൽ ടു ഡേറ്റ് വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഡേറ്റ് വാല്യൂ എന്നിട്ട് 1 വെച്ചാൽ അത് ഡേ ആണ്, ആൻഡ് മന്ത് ഏതാണ് ഈ മന്ത്, ആൻഡ് ഇയർ ഈ ഇയർ. ഇവിടെ ഒരു ഡേറ്റ് ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റിന്റെ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ ഷോർട്ട് ഡേറ്റിലേക്ക് ചെയ്തത്. ഇപ്പൊ ഇവിടെ 1 ജനുവരി 2020 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഫ്രം എന്നുള്ളതിലേക്ക് ഈ ഡേറ്റിനെ കോപ്പി ചെയ്യാം. ഇനി ഇവിടെ 2 എന്ന് വെച്ചാൽ ലാസ്റ്റിലെ ആ മന്തിന്റെ ലാസ്റ്റിലെ ദിവസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എൻഡ് ഓഫ് മന്ത് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഡേറ്റ് എന്നിട്ട് 0, അപ്പൊ ആ മന്തിന്റെ ലാസ്റ്റ് ഡേ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഡേ മുതൽ ഈ ഡേ വരെ ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പൊ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഇവിടെ ഇനി ഞാൻ എന്ത് ചെയ്യാന്ന്, ഇവിടെ ഡേറ്റിന് പകരം അതിന് ഡേ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കാണ്. അതിനുവേണ്ടി നമ്മുടെ ഫോർമാറ്റ് എടുക്കുക. അതിൽ കസ്റ്റം ഫോർമാറ്റിൽ ഇത് വെറും DD മാത്രമായിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പൊ അതിൽ ഡേ എത്ര എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോന്നിലും 1, 2, 3 അങ്ങനെ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ, ഇഫ് എന്നാണ് കണ്ടീഷൻ. ഇഫ് ഇത് ലെസ് ദാൻ ഈ ഡേറ്റ് F4 പ്രസ് ചെയ്യണം, ലോക്ക് ചെയ്യണം ആ സെല്ല്. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് പ്ലസ് 1, അല്ലെങ്കിൽ അവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്യണ്ട. ഇതും ഒരു ഡേറ്റ് നമ്പർ ആയിട്ടായിരിക്കും വരുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റം ഇതിൽ പോവാ, കസ്റ്റത്തിൽ DD ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇവിടെ വരെ ഡ്രാഗ് ചെയ്യാം. നിങ്ങൾക്ക് 31 വരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഓരോന്നായിട്ട് ഇപ്പൊ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അത്ര 29 വരെ വരുന്നുള്ളൂ. കാരണം നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഈ 29 ഇവിടെ ലെസ് ദാൻ 29 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 0 ഒന്ന് നൾ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഒരു ഡേറ്റ് അതിൽ ഡേ ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ള ഫംഗ്ഷൻ ആണ് ടെക്സ്റ്റ് ഡേറ്റ് കൊടുത്തു, താഴത്തെ സെല്ല് സെലക്ട് ചെയ്തു, കോമ, നമുക്ക് വേണ്ട ഫോർമാറ്റ് DDD, അതിന് ഡേ ഏതാണോ ആ ഡേ അവിടെ ഡിസ്പ്ലേ ചെയ്യണം, സാറ്റർഡേ. നമുക്ക് ഇവിടെ വരെ ഡ്രാഗ് ചെയ്യാം. ഇവിടെ സാറ്റർഡേ വരെ ഉള്ളത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടുന്ന് മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇവിടെ ഫിൽ ആവുന്ന കാണാം. ഇപ്പൊ മാർച്ച് 31 വരെ ഉണ്ട്, ഏപ്രിൽ 30 ഉള്ളൂ, ഇവിടെ ഒന്നും വന്നിട്ടില്ല. മെയ് ജൂൺ 30 ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മന്തിനനുസരിച്ചിട്ട്, അതുപോലെ ഇയറിനനുസരിച്ചിട്ട്, ഇപ്പൊ ഇവിടെ 2010 ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 2010 ഡേറ്റ് ആയിരിക്കും ഇപ്പൊ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ
വീക്കെൻഡ് ഡേയ്സ് അല്ലെങ്കിൽ ഹോളിഡേയ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റ് എടുക്കുക. അതിൽ മാനേജ് റൂളിൽ ന്യൂ റൂൾ എടുക്കുക. അപ്പൊ നമുക്ക് എല്ലാ സൺഡേ എന്നുള്ളതെല്ലാം എന്ത് ചെയ്യണം, ഇവിടെ വേറെ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വരണം. അപ്പൊ അതിനെന്ത് ചെയ്യാം, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ലൈൻ സെല്ല് കൊടുക്കുക, ഈക്വൽ ടു സൺഡേ. സൺ ആണെങ്കിൽ അതുപോലെ ഇവിടെ സിയുടെ മുന്നിലുള്ള ഡോളർ സൈന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് എന്ത് ഫോർമാറ്റാണ് വേണ്ടത്, നമുക്ക് ഫില്ല് ചെയ്യുന്നത് അതൊരു ബ്ലാക്ക് കളറിൽ ഫില്ല് ചെയ്യണം. അതിന്റെ ഫോണ്ട് ഒരു വൈറ്റും കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ സൺഡേയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്ലാക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി സെയിം ഇത് കണ്ടീഷൻ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യണം. ഇവിടെയും സെലക്ട് ചെയ്യാം, കണ്ടീഷൻ ഫോർമാറ്റ് എടുക്കുക, മാനേജ് ന്യൂ റൂൾ എടുത്തു, യൂസ് ഫോർമുല, ഇവിടെ ഈക്വൽ ടു സി ഈക്വൽ ടു സൺഡേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാം. അത് വൈറ്റ് കളർ ആക്കുക, ഫിൽ എന്ത് ചെയ്തു ബ്ലാക്ക് ആക്കുക. അപ്പൊ എല്ലാ സൺഡേ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നു. ഇനി നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ മന്ത് ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൺഡേയും ചേഞ്ച് ആവും, അതിനനുസരിച്ച് അതിന്റെ ഹൈലൈറ്റിങ്ങും ചേഞ്ച് ആവും. അപ്പൊ നിങ്ങൾ മെയ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മെയ് ഇങ്ങനെ ചേഞ്ച് ചെയ്തു. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാം സൺഡേ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ മാറുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഡിസംബർ എടുത്തു, അപ്പൊ അതിനനുസരിച്ചിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹെഡിങ് കൂടെ കൊടുക്കാം, ഈക്വൽ ടു മന്ത് ഓഫ് ഞാൻ ഇത് കൊടുത്തു, ഇത് ആൻഡ് ഒരു സ്പേസ് ആൻഡ് ഇയറും സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ആണ് അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് എക്സ് വൈ സെഡ് മന്ത് ഓഫ് ഏത് മന്താണ് നമ്മൾ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചിട്ട് മന്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എല്ലാം ഓട്ടോമാറ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏത് മന്ത് സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവിടെ ഹെഡിങ് ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെ ഫ്രം ആൻഡ് ടു ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെ ഇത്രയും ഡേയ്സും ഡേയുടെ നെയിമും ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ അറ്റൻഡൻസ് ഫിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഫിൽ ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഏരിയ സെലക്ട് ചെയ്തു, പി എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ എന്റർ പ്രസ് ചെയ്യുമ്പോൾ അത്രയും സെലക്ട് ചെയ്ത ഭാഗത്ത് അതേ ഇത് ഫിൽ ചെയ്ത് വരും. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, എത്രയാണോ പ്രസന്റ് ഡേയ്സ് ഉള്ളത് ആ ഡേയ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഈക്വൽ ടു കൗണ്ട് ഇഫ് യൂസ് ചെയ്യാം. കൗണ്ട് ഇഫ് എസ്, എനിക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് കൗണ്ട് ഇഫ് എസ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൗണ്ട് ഇഫ് എസില് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഈ റേഞ്ച് ഇതില് പി എന്നുള്ളത്, പി എന്ന് പറഞ്ഞാൽ പ്രസന്റ്, പി ഉള്ളത് ഫുൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അപ്പൊ എത്ര പി ഉണ്ട്, 26 പി ഉണ്ട്. ഇനി ഇവിടെ ആബ്സെന്റ് ഇസ് ഈക്വൽ ടു കൗണ്ട് ഇഫ്, ഇവിടെ എനിക്ക് ഒരു കണ്ടീഷൻ ഉള്ളു, അപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ കൗണ്ട് ഇഫ് എസ് തന്നെ കൊടുക്കുന്നു. കൗണ്ട് ഇഫ് എസ് സെയിം റേഞ്ച്, ഇതില് എ എന്നുള്ളതും മുഴുവൻ കൗണ്ട് ചെയ്യണം. ഇപ്പൊ ആബ്സെന്റ് ഒന്നും ഇല്ല. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം, ഇപ്പൊ ഞാനിവിടെ സൺഡേയിൽ പി എന്ന് ടൈപ്പ് ചെയ്താലും ഇവിടെ കൗണ്ടിലൊക്കെ ഇവിടെ എന്നിട്ട് പ്രസന്റ് കൂടുന്നുണ്ട്. അപ്പൊ സൺഡേ വരുന്നതെല്ലാം എന്ത് ചെയ്യണം, അത് സ്കിപ്പായിട്ട് വേണം എനിക്ക് ഇവിടെ എടുക്കാൻ. കാരണം സൺഡേയുടെ പ്രസന്റ് ടൈപ്പ് ചെയ്താലോ ആബ്സെന്റ് ടൈപ്പ് ചെയ്താലോ അത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കൗണ്ട് ഇഫസിൽ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യാം, കോമ. ഞാൻ ഇത് ഈ സെല്ല് ഇത്ര ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് എന്താവരുത്, സൺഡേ ആവരുത്. ഇപ്പൊ അതില് നോട്ട് ഈക്വൽ ടു സൺഡേ. ഇപ്പൊ ഇനി നിങ്ങൾ ഇതിൽ പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും
ഈ സൺഡേയിൽ പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമില്ല, ഇത് പ്രസന്റ് ഡേയ്സിൽ കൂടുന്നില്ല. ഓക്കെ, അതുപോലെ ആബ്സെന്റിലും ഞാൻ അതുപോലെ അത് ആഡ് ചെയ്യാണ്. കോമ, രണ്ടാമത്തെ കണ്ടീഷൻ not equal to and Sunday. ഇനി ഇതില് ഈ രണ്ട് റേഞ്ചും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ലോക്ക് ചെയ്യണം. F4 പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഈ സൺഡേ എന്നുള്ളൊരു എയോ പിയോ പ്രസ് ചെയ്താൽ അത് എവിടേക്കും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ പ്രസന്റ് ഡേയ്സ് ഇപ്പൊ എന്തുള്ളൂ, പി ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പ്രസന്റ് ഡേയ്സിൽ നിങ്ങൾക്ക് സൺഡേ കൂടെ ആഡ് ചെയ്യണം, അതും കൂടെ നിങ്ങളുടെ പ്രസന്റ് ഡേയ്സിലായിട്ട് വരണം. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഇവിടെ ലാസ്റ്റ് പ്ലസ് കൗണ്ട് ഇഫ് ഇവിടെ എത്ര സൺഡേ ഉണ്ടെന്ന് കൊടുക്കുക, കോമ സൺഡേ. എത്ര സൺഡേ ഉണ്ടോ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് വരും. ഇതും ലോക്ക് ചെയ്തിടണേ. ഇനി ഇത് രണ്ടും താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം, നമ്മൾ ഏതെങ്കിലുമൊക്കെ ആബ്സെന്റ് ചേഞ്ച് ചെയ്താൽ ഇവിടെ കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്ന കാണാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ആബ്സെന്റ് പ്രസന്റ് ഗ്രീൻ കളറിലും ആബ്സെന്റ് എന്തിലും വരണം, അത് റെഡ് കളറിലും വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുക. എന്നിട്ട് ഈക്വൽ ടു എന്നുള്ളതിൽ നമ്മൾ ആദ്യം പി കൊടുക്കുന്നു. പി ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം കളറ്. ഫിൽ ചെയ്യുന്നത് ഗ്രീൻ ആവണം. പി ഉള്ളതൊക്കെ ഗ്രീനിൽ വരും. ഇനി അടുത്ത കണ്ടീഷൻ സെലക്ട് ചെയ്യുക, കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുക. ഇതിൽ ഈക്വൽ ടു എ ഉള്ളത് നമുക്ക് റെഡിൽ ചേഞ്ച് ചെയ്യണം. ഇവിടെ ഫിൽ കളർ റെഡ് കൊടുക്കുക. പിന്നെ ഇപ്പൊ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ പി വന്നപ്പോൾ ഈ പഴയ ബ്ലാക്കിന്റെ ഫോർമാറ്റിംഗ് പോയിട്ടുണ്ട്. അപ്പൊ അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ മാനേജർ റൂൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ റൂൾ ഇപ്പൊ ലാസ്റ്റ് ഉള്ളത് അത് എന്ത് ചെയ്താൽ മതി, മുകളിലേക്ക് മൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതായിരിക്കും ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതിൽ ഏതിൽ സെലക്ട് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, അത് റെഡ് ആവുന്ന കാണാം. ഇനി പിയും എയും അല്ലാത്ത എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എറർ ഉണ്ടെങ്കിൽ. നിങ്ങൾ പിയും എയും അല്ലാതെ കൊടുക്കുക, അത് വേറെ ഏതെങ്കിലും വാല്യൂ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇനി നിങ്ങൾ ഇപ്പൊ ഈ സൺഡേയിലൊക്കെ പി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ അതിന്റെ ഈ ടെക്സ്റ്റ് കളർ കൂടെ എന്ത് ചെയ്താൽ മതി, നമുക്ക് അത് ബ്ലാക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാല് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റാം. അപ്പൊ അതിന് കണ്ടീഷൻ ഫോർമാറ്റിംഗിൽ മാനേജർ റൂൾ എടുക്കുക. നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് റൂൾ എടുത്തിട്ട് അതിന്റെ ഫോർമാറ്റ് ടെക്സ്റ്റ് കൂടെ ഫോർമാറ്റ് കളർ കൂടെ എന്ത് ചെയ്യാം, ബ്ലാക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സെല്ലിൽ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് പിന്നെ ഡിസ്പ്ലേയിൽ വരില്ല. അപ്പൊ പിന്നെ അറിയില്ല നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഇപ്പൊ ജൂണ് ഡേറ്റ് ജൂലൈ കൊടുത്തു. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തത് കാണാം. ഇനി ഇതിലൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മള് മന്ത് ഫെബ്രുവരിയോ അല്ലെങ്കിൽ 30യോ 29ഓ 28 ഒക്കെ വരുന്ന ഏതെങ്കിലും മന്താണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില സമയത്ത് ഫെബ്രുവരി 28 ഉള്ളൂ, ചില മന്തിൽ 29 ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് ഫെബ്രുവരി സെലക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 29 കഴിഞ്ഞതിന് ശേഷം 30യും 31ഉം ബ്ലാങ്ക് ആണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ അറ്റൻഡൻസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലൊരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ഇവിടെയുള്ള ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡാറ്റ വാലിഡേഷൻ ചെയ്യാം. അതിന് ഡാറ്റ വാലിഡേഷൻ എടുക്കുക. ഡാറ്റ വാലിഡേഷനിൽ പോയിട്ട് ഇവിടെ കസ്റ്റം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് അത് നോട്ട് ഈക്വൽ ടു നള്ളെന്ന് കൊടുക്കുക. അപ്പൊ നള്ളല്ലാത്തത്
ആണെങ്കിൽ മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ ഇതെന്ത് ചെയ്യാം, ലോക്കും ചെയ്യാം. എന്നിട്ട് നമുക്ക് എറർ മെസ്സേജ് കാണിക്കണമെങ്കിൽ എറർ മെസ്സേജിൽ പോവാം. ഇവിടെ എറർ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതേപോലെ സെയിം ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഡാറ്റ വാലിഡേഷൻ എടുത്തു. ഞാനിവിടെ കസ്റ്റം എന്നുള്ളതിൽ ഈക്വൽ ടു ഈ സെല്ല് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ അതിവിടെ ഫങ്ഷൻ F4 പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എററിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തു. എറർ ഇവിടെ എറർ ആകുമ്പോൾ വരേണ്ട മെസ്സേജും ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത്, ഇവിടെ എൻട്രി സ്വീകരിക്കില്ല. അതേസമയം ഇത് നിങ്ങൾ ഫെബ്രുവരി എന്നുള്ളത് ഒരു ഏപ്രിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 30 ഈ കോളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. ഇതിലെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ നിങ്ങൾ ഡേറ്റ് ചേഞ്ച് ചെയ്താൽ മതി, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവും. ഓൺലി അറ്റൻഡൻസ് മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.